ഓക്കെ, മോഡൽ എക്സാമിൻ്റെ 15ാമത്തെ ചോദ്യമാണ്. കൺസിഡർ ദ എലിപ്സ് വിത്ത് ഫോക്കസ് ±60 പാസസ് ത്രൂ ദ പോയിന്റ് 65. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കണ്ടുപിടിക്കണം, മൈനർ ആക്സിസിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം, ഇക്വേഷൻ ഓഫ് എലിപ്സും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് ഫോക്കസിൻ്റെ കോർഡിനേറ്റ് ±60. എലിപ്സിലെ ഒരു പോയിൻ്റാണ് 65. അപ്പോൾ ഇത് ശരിക്കും ±60 എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് നമ്മളിങ്ങനെ വരയ്ക്കും. അപ്പോൾ അതെ, ഇവിടുത്തെ ഒരു ഫോക്കസ് 60, അടുത്തൊരു ഫോക്കസ് -60. ഇനി ഈ എലിപ്സിലെ ഒരു പോയിൻ്റായിട്ട് തന്നിരിക്കുന്നത് 65 ഈ എലിപ്സിലെ ഒരു പോയിൻ്റാണ്. ഇനി ചോദ്യം മേജർ ആക്സിസിൻ്റെ നീളം. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നോട്ടിൽ ഒരു എലിപ്സ്, അതിന് 2 ഫോക്കസ് ഉണ്ടാകും, F എന്നും F' എന്നും തൽക്കാലം കൊടുക്കുന്നു. ഇനി ഇവിടെ ഒരു പോയിന്റ് P ഉണ്ട്. പ്രത്യേകത എന്താ? ഈ Pയിൽ നിന്ന് Fയിലേക്കുള്ള ഡിസ്റ്റൻസും Pയിൽ നിന്ന് F' ഡിസ്റ്റൻസും, അതായത് PFഉം PF' കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് എപ്പോഴും 2a, അതായത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആയിരിക്കും. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താണ്? എലിപ്സിലെ ഒരു പോയിന്റിൽ നിന്ന് 2 ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും തമ്മിൽ കൂട്ടിയാൽ, ആഡ് ചെയ്താൽ കിട്ടുന്നത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഈ പോയിന്റ് P എന്ന് കൊടുക്കുന്നു, ഈ പോയിന്റ് ഞാൻ F എന്ന് കൊടുക്കുന്നു, ഈ പോയിന്റിന് F' എന്ന് കൊടുക്കുന്നു. പ്രത്യേകത PFഉം PF' ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈസ് ഈക്വൽ ടു PF പ്ലസ് PF'. ഓക്കെ, ഈ 2 പോയിന്റ് കിട്ടിയ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ അല്ലേ? റൂട്ട് ഓഫ് x1 - x2 ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ തിരിച്ച് x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ പോയിന്റ് എടുക്കുക. അപ്പോൾ എക്സ് കോർഡിനേറ്റ് മൈനസ് ചെയ്താൽ മതിയല്ലോ, ഉദ്ദേശം അതാണല്ലോ. അപ്പോൾ 6 - 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 - 0 ദ ഹോൾ സ്ക്വയർ. PF' ഇത് രണ്ടും തമ്മിൽ 6 - 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 - 0 ദ ഹോൾ സ്ക്വയർ. ഇവിടെ 2 മൈനസ് വരും, അത് പ്ലസ് ആകും. 6 + 6 12 സ്ക്വയർ, 5 - 0 5 സ്ക്വയർ. റൂട്ട് 6 - 6 0 ആണ്, 5 - 0 5 സ്ക്വയർ. റൂട്ട് 144 പ്ലസ് 25 പ്ലസ് റൂട്ട് 0 പ്ലസ് 25. റൂട്ട് ആഡ് ചെയ്യുമ്പോൾ 169 കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് റൂട്ട് 5 കിട്ടും. അപ്പോൾ ഇവിടെ 13 പ്ലസ് 5 അല്ലല്ലോ 25 ആണ്, 25ൻ്റെ റൂട്ട് 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18. അപ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കിട്ടി 18. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ മൈനർ ആക്സിസിൻ്റെ നീളം, ഇതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ മേജർ ആക്സിസിൻ്റെ നീളം സാധാരണ നമ്മൾ 2a എന്നല്ലേ എഴുതുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് തുടങ്ങാം. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 18, അതായത് 2a ഈസ് ഈക്വൽ ടു 18. എയുടെ വാല്യൂ 18/2, എയുടെ വാല്യൂ എത്രയെന്ന് കിട്ടും? 9. ഇനി ഇവിടെ ഫോക്കസ് തന്നിരിക്കുന്നത് ±60. ഈ ഫോക്കസ് നമ്മൾ എഴുതുന്നത് ±C0 എന്നല്ലേ. ഇത് കമ്പയർ ചെയ്താൽ സിയുടെ വാല്യൂ എത്രയാണ്? 6 എന്ന് കിട്ടും. അപ്പോൾ സിയുടെ വാല്യൂ 6. എയും ഉണ്ട്, സിയും ഉണ്ട്. ഇനി ബി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ എന്താണ്? C² ഈസ് ഈക്വൽ ടു A² - B². ഇതിൽ സിക്ക് പകരം 6² ഈസ് ഈക്വൽ ടു 9² - B². ഈ -B² ഇപ്പുറത്തും 6² അപ്പുറത്തേക്ക് എടുത്തേ. അപ്പോൾ അത് പ്ലസ് B² ഈസ് ഈക്വൽ ടു 9² - 6². 9² 81, 6² 36. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. അപ്പോൾ ബിയുടെ വാല്യൂ എഴുതണമെന്നുണ്ടെങ്കിൽ റൂട്ട് 45. ഓക്കെ, ഇനി കംപ്ലീറ്റ് ആയില്ല. സെക്കൻഡ് പാർട്ട് ചോദ്യം എന്താണ്? ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഇക്വേഷൻ എന്താ? 2b. അപ്പോൾ 2 ഇൻറ്റു ബിയുടെ വാല്യൂ റൂട്ട് 45 എന്നാണ് കിട്ടിയത്.
ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. നമുക്ക് തൽക്കാലം ഇവിടെ എഴുതാം. ഇക്വേഷൻ ഓഫ് എലിപ്സ് എഴുതണം. തേർഡ് പാർട്ട് എന്താണ്? ഇക്വേഷൻ ഓഫ് എലിപ്സ്. ഇക്വേഷൻ ഓഫ് എലിപ്സ് നമുക്കറിയാം, എയും ബിയും വേണം, അല്ലെങ്കിൽ എ സ്ക്വയറും ബി സ്ക്വയറും വേണം. ഇവിടെ എയുടെ വാല്യൂ 9 ആണ്. ഇവിടുന്ന് എ സ്ക്വയർ എത്രയെന്ന് കിട്ടും? 81. ഓൾറെഡി ഇവിടെ ബി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബി സ്ക്വയറിൻ്റെ വാല്യൂ എത്ര? 45. അപ്പോൾ ബി സ്ക്വയറിൻ്റെ വാല്യൂ 45. ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറിൻ്റെ വാല്യൂ 81, വൈ സ്ക്വയർ ബൈ ബി സ്ക്വയറിൻ്റെ വാല്യൂ 45 ഈസ് ഈക്വൽ ടു 1. ഇതാണ് ഇക്വേഷൻ ഓഫ് എലിപ്സ്. അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? ദാ ഈ ഒരു റിസൾട്ട്. ഒരു പോയിന്റിൽ നിന്ന് 2 ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ഓക്കെ.